സ്ത്രീകളെക്കാൾ കരുത്ത്, മനസ്സിനും ശരീരത്തിനും കരുത്ത് പുരുഷനാണ്. ആ പുരുഷൻ്റെ പ്രൊട്ടക്ഷനാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അത് കൊടുക്കാൻ കെൽപ്പുള്ളവനായിരിക്കണം. അതുകൊണ്ട് തന്നെ അവളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അത് വീടുകളിലാണെങ്കിലും ശരി, വീട്ടിന് പുറത്താണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, അവൾ അന്യായമായി ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ചില ഭർത്താക്കന്മാർ സ്വീകരിച്ച നയം എന്താണ്? തൻ്റെ വീട്ടിലുള്ള ആളുകൾ എത്ര മോശമായി അവളോട് പെരുമാറിയാലും, അതെൻ്റെ ഉമ്മയല്ലേ, അതെൻ്റെ ഉപ്പയല്ലേ, അതെൻ്റെ സഹോദരനല്ലേ, അതെൻ്റെ സഹോദരിയല്ലേ, നീ ക്ഷമിച്ചേക്കൂ എന്ന് പറയുകയും എല്ലാവർക്കും ഉപദ്രവിക്കാൻ വേണ്ടി അവളെ വീടുകളിൽ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. തീർച്ചയായും ആ ഭാര്യയ്ക്ക് ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിനോടാണ്. ഭർത്താവിൻ്റെ വിഷയത്തിലാണ് അവൾക്ക് ഉത്തരവാദിത്വം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളാൽ അവൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. പുറത്തുള്ള ആളുകളെപ്പോലെ തന്നെയാണ് ആ വിഷയത്തിലും. അതുകൊണ്ട് ഭർത്താവ് തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിൽ സുരക്ഷിതയാണോ, അവൾ മാനസികമായി പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എത്രയെത്ര ആത്മഹത്യകൾ, എത്രയെത്ര പ്രശ്നങ്ങൾ, എത്രയെത്ര പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, വിവാഹമോചനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു. എന്താണ് കാരണം? ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളുടെ മോശമായ പെരുമാറ്റം കാരണം സഹിക്കാൻ പറ്റാതെ പല അപകടങ്ങളും സ്ത്രീകൾക്കുണ്ടാകുന്നു, ഭാര്യമാർക്കുണ്ടാകുന്നു. പലപ്പോഴും അത് സൂചിപ്പിക്കപ്പെട്ടാൽ പോലും അതിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാതെ അതൊക്കെ എൻ്റെ കുടുംബക്കാരല്ലേ, നീ അങ്ങ് ക്ഷമിച്ചേക്ക് എന്നുള്ള നിസ്സാരമായ ഒരു മനോഭാവം ഭർത്താക്കന്മാർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതൊരിക്കലും പാടില്ലാത്തതാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളവരെ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം അവർ തീർച്ചയായും മറ്റൊരു വീട്ടിൽ വളർന്നവരാണ്. അവർക്കുണ്ട് ഉപ്പയുണ്ട്, അവർക്ക് ഉമ്മയുണ്ട്. നാം നമ്മുടെ മക്കളെ എങ്ങനെയാണോ ലാളിച്ച് വളർത്തിയത്, എങ്ങനെയാണോ നാം അവരെ സ്നേഹിച്ച് വളർത്തിയത്, അതേപോലെ അവരെ ലാളിച്ചും അവരെ സ്നേഹിച്ചും വളർത്തിയ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരോടൊരു കരാറ് പ്രകാരമാണ് നാം വിവാഹത്തിലൂടെ അവരെ നമ്മളെ ഭാര്യയാക്കിയത്. ആ കരാർ എന്താണ്? അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ള കരാറാണ്. അല്ലാതെ അവരെ ഉപദ്രവിച്ചോളാം എന്നല്ല. മരണം വരെ ഞാൻ ഇവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടുകൊണ്ടുപോയി ഉപദ്രവിച്ചോളാം എന്ന കരാറല്ല ഭർത്താക്കന്മാർ ഏറ്റെടുക്കുന്നത്. ശ്രദ്ധിക്കുക. മറിച്ച് അവരെ സംരക്ഷിക്കാണ് വേണ്ടത്. കാരണം അവർ ആ നിലക്ക് സ്നേഹത്തിലും സംരക്ഷണത്തിലും തന്നെയാണ് വളർന്നിട്ടുള്ളത്. അവരെ അവരുടെ വീടുകളിൽ നിന്നൊരു കരാർ പ്രകാരം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നീട് ഉപദ്രവിക്കാൻ വേണ്ടി അവരെ വിട്ടുകൊടുക്കുക എന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.